കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കൊച്ചി കോർപ്പറേഷനും ഗുരുതര വീഴ്ച. പൊതുസ്ഥലങ്ങളിൽ സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ചു നടത്തുന്ന PPR ലൈസൻസിന് മൃദംഗ വിഷൻ അപേക്ഷിച്ചെങ്കിലും ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ നിലപാടെടുക്കുകയായിരുന്നു. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗമാണ് PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് അറിയിച്ചത്. പരിപാടിക്ക് മുൻപ് സ്റ്റേഡിയം പരിശോധിക്കാൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവും GCDA എഞ്ചിനീയറിംഗ് വിഭാഗവും തയ്യാറായിരുന്നില്ല. MK ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ GCDA ചെയർമാനും ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനുമൊക്കെ സംഘാടകരെ പഴി പറഞ്ഞ് കൈ കഴുകുകയായിരുന്നു. സംഘാടനത്തിൽ പിഴവുണ്ടായി എന്നുള്ളത് സുവ്യക്തമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ പല കാര്യങ്ങളിലും കണ്ണടച്ചതുകൊണ്ടും കൃത്യമായി പരിശോധന നടത്താത്തതുകൊണ്ടും GCDA വിഭാഗവും സമാനമായ ഒരു വീഴ്ച വരുത്തിയതുകൊണ്ടുമാണ് ഈ അപകടമുണ്ടായത്. അതിനുള്ള തെളിവുകൾ കൂടി പുറത്തു വരുന്നു, അല്ലേ? ജിൽസി, ഈ അപകടം നടന്നപ്പോൾ മൃദംഗ വിഷനും ഒപ്പം തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കും മാത്രമാണ് ഉത്തരവാദിത്തം എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കൊച്ചിൻ കോർപ്പറേഷൻ മേയറും ഒപ്പം തന്നെ GCDA ചെയർമാനും എല്ലാം നടത്തിയത്. എന്നാൽ അത്തരത്തിൽ അവരെ മാത്രം പഴിച്ചുകൊണ്ട് രക്ഷപ്പെടാനാകില്ല എന്ന് തെളിയിക്കുന്നതാണ് മീഡിയ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പുറത്തുവിടുന്ന ഈ വാർത്ത തെളിയിക്കുന്നത്. കാരണം ഒരു പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരു വലിയ പരിപാടി നടക്കുമ്പോൾ, അതായത് തുറന്ന മൈതാനങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങൾക്കകത്തോ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ ഇത് 30,000-ഓളം പേരാണ് പങ്കെടുക്കുന്നത്. 12,500 നർത്തകരും ബാക്കിയുള്ള കാണികളുമെല്ലാമായി 30,000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ നഗരസഭയുടെ അല്ലെങ്കിൽ ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഒരു PPR ലൈസൻസ് നിർബന്ധമാണ്. അത്തരം ഒരു ലൈസൻസിനായി ഈ മൃദംഗ വിഷൻ എന്ന സംഘാടകർ കോർപ്പറേഷനിലെ ഹെൽത്ത് വിഭാഗത്തെ നേരത്തെ തന്നെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ആ അപേക്ഷയിൽ ഇത്തരത്തിലൊരു സ്റ്റേജ് അഡീഷണലായി നിർമ്മിക്കുന്നു എന്ന ഒരു അറിയിപ്പ് ആ അപേക്ഷയിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ അത്തരമൊരു ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്നൊരു നിലപാട് കോർപ്പറേഷൻ എടുക്കുന്നു. സ്വാഭാവികമായി നിയമപരമായി അതായിരിക്കും ശരി. എങ്കിൽ പിന്നെ അത്രയും പേർ പങ്കെടുക്കുന്ന ആ പരിപാടി എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിക്കേണ്ട ബാധ്യത കോർപ്പറേഷനുണ്ട്. അതിനുള്ള എഞ്ചിനീയർമാരും ഓവർസിയർമാരും എല്ലാ നഗരസഭയുടെ ഓരോ വാർഡ് കണക്ക് അത്തരത്തിൽ ഉദ്യോഗസ്ഥരുള്ളതാണ്. അവരൊന്നും തന്നെ ആ ദൗത്യം നിർവഹിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അവിടേക്ക് പോകാൻ പോലും തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ലൈസൻസ് ഇല്ലാതെ നടക്കുന്ന ആ പരിപാടി എങ്ങനെ നടക്കുന്നു എന്ന് കാര്യത്തിൽ കോർപ്പറേഷൻ കണ്ണടച്ചു. അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത് GCDAക്കാണ്. GCDAയുടെ ഏതാണ്ട് 100ഓളം എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരുണ്ട്. അവരുടെയും പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് ഇത്തരം പരിപാടികൾ, അതിനുമായി ബന്ധപ്പെട്ട നിർമ്മിതികൾ അതെല്ലാം പരിശോധിക്കലാണ്. ഈ കോർപ്പറേഷനാണ് GCDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. അവിടെ നടന്ന ഒരു കാര്യം എത്തരത്തിൽ നടന്നു എന്ന് പരിശോധിക്കാൻ പോലും GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിൽ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് ഹെൽത്ത് വിഭാഗം ഒപ്പം തന്നെ GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വരുത്തിയ ഗുരുതരമായ വീഴ്ചയാണ് ഈ അപകടത്തിന് വഴിവെച്ചത്. ആ അർത്ഥത്തിൽ കോർപ്പറേഷനും GCDAക്കും ഇതിനകത്തുനിന്ന് കൈ കഴുകാനാകില്ല. ആ അർത്ഥത്തിൽ ഒരു കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു അന്വേഷണം ഇതിൽ ആവശ്യമാണ് എന്ന ഒരു ഡിമാൻഡ് ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്.